ബിഗ് ഡോണോവിന്റെ നിർദ്ദേശപ്രകാരം ഓസ്കോർപ്പിന്റെ ട്രക്ക് കൊള്ളയടിക്കാൻ ശ്രമിക്കുന്ന ദ 110th സ്ട്രീറ്റ് ഗ്യാങ്ങിനെ ഓരോരുത്തരെയായിട്ട് സ്പൈഡർമാൻ തന്റെ വെബ്സ് ഷൂട്ട് ചെയ്ത് ഒന്നനങ്ങാൻ സാധിക്കാത്ത വിധത്തിലാക്കുകയാണ്. പെട്ടെന്ന് തന്നെ സ്കോർപ്പിയനും അവന്റെ ഗ്യാങ്ങും ദ 110th സ്ട്രീറ്റ് ഗ്യാങ്ങിനെയും സ്പൈഡർമാനെയും ആക്രമിക്കാൻ അവിടേക്കെത്തി. ദ 110th സ്ട്രീറ്റ് ഗ്യാങ്ങും സ്കോർപ്പിയൻസ് എന്ന ഗ്യാങ്ങും തമ്മിൽ സ്ട്രീറ്റിൽ വെച്ച് ഏറ്റുമുട്ടുകയാണ്. സ്കോർപ്പിയന്റെ വരവ് കണ്ടിട്ട് സ്പൈഡർമാൻ അല്ല പീറ്റർ പാർക്കർ പേടിച്ചു വിയർക്കാൻ തുടങ്ങി. താമസിയാതെ ബിഗ് ഡോണോവിന്റെ നേരെ ചാടി വീണ സ്കോർപ്പിയൻ തന്റെ മൂർച്ചയുള്ള വാൽ ഉപയോഗിച്ച് ബിഗ് ഡോണോവിനെ കുത്തിക്കൊല്ലാൻ ശ്രമിക്കുമ്പോൾ സ്പൈഡർമാൻ തന്റെ വെബ്സ് ഷൂട്ട് ചെയ്ത് സ്കോർപ്പിയനെ ഡിസ്ട്രാക്ട് ചെയ്യുന്നു. സ്കോർപ്പിയനും സ്പൈഡർമാനും തമ്മിൽ ഒരു വമ്പൻ പോരാട്ടം നടക്കുകയാണ്. സ്കോർപ്പിയന്റെ വാല് കൊണ്ടുള്ള ആക്രമണത്തിൽ നിന്നൊക്കെ വളരെ കഷ്ടിച്ചാണ് സ്പൈഡർമാൻ രക്ഷപ്പെടുന്നത്. തന്റെ ഗ്യാങ്ങിനെ സ്കോർപ്പിയൻസ് എടുത്തിട്ട് അലക്കുന്നത് കണ്ടിട്ട് ബിഗ് ഡോണോവൻ പേടിച്ചു വിറയ്ക്കുകയും ലോണി ലിങ്കണെ ഒറ്റയ്ക്കാക്കിയിട്ട് അവിടെ നിന്ന് സ്ഥലം വിടുകയുമാണ്. കാർമില ബ്ലാക്ക് തന്റെ നൈഫ്സ് ഉപയോഗിച്ച് ലോണി ലിങ്കണെ ആക്രമിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ബുൾഡോസർ ഓടി വന്നിട്ട് കാർമില ബ്ലാക്കിനെ ഇടിച്ച് നിലത്തേക്കിടുകയാണ്. സ്കോർപ്പിയൻസിനെ നേരിടാൻ എന്തെങ്കിലും വെപ്പൺസ് ആ ട്രക്കിൽ കാണുമെന്ന് കരുതി ലോണി ലിങ്കൺ ആ ട്രക്കിൽ പരതുമ്പോൾ അവന്റെ കൈ തട്ടി ഡയോക്സ് 3 എന്ന ഒരു കുപ്പി പൊട്ടുകയും അതിലെ ഗ്യാസ് മൊത്തം ആ ട്രക്കിൽ നിറയുന്നതോടെ ലോണി ലിങ്കൺ ആ ഗ്യാസ് ശ്വസിച്ച് ശ്വാസം മുട്ടി ട്രക്കിന്റെ വെളിയിലേക്ക് വീഴുകയാണ്. ആ കാഴ്ച കണ്ടിട്ട് ലോണി ലിങ്കന്റെ പക്കലേക്ക് പോകുന്ന സ്പൈഡർമാനെ സ്കോർപ്പിയൻ ആക്രമിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും സ്കോർപ്പിയന്റെ മൂർച്ചയുള്ള വാല് ഇലക്ട്രിക് പോസ്റ്റിൽ തട്ടുന്നതോടെ ഷോക്കേറ്റ് സ്കോർപ്പിയൻ ബോധരഹിതനായി നിലത്തേക്ക് വീഴുന്നു.